വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആര്? സഹോദരൻ അയ്യപ്പൻ. നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ രണ്ടും ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ CR ദാസും മോത്തിലാൽ നെഹ്റുവും. ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യമും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവവുമായി ഇവ ബന്ധപ്പെട്ടിരിക്കുന്നു? ഗ്ലോറിയസ് റവല്യൂഷൻ. താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി മാൻഡിൽ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ കറുത്ത മണ്ണ്. ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണിത്. ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി സ്ട്രാറ്റോസ്ഫിയർ. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെൻറ്റിൻ്റെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഇൽമനൈറ്റ്. സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം തെലങ്കാന. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം? ഉത്തരം ഓപ്ഷൻ ബി 2015. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? സാമ്പത്തിക വളർച്ച, സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തതയും ആധുനികവൽക്കരണം. മുകളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി. ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ CSO. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യൻ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര് ഡിജിറ്റൽ ഇന്ത്യ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറി. ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി 1ഉം 3ഉം മാത്രം. അതായത് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആര്? അക്കാമ ചെറിയാൻ. കൂടുതൽ അധികാരത്തോട് കൂടിയ കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? കാനഡ. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രം. ലോക്സഭയിലെ മുഴുവൻ MP മാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. രാജ്യസഭയിലെ മുഴുവൻ MP മാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏത്? വനം. അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? 4 വർഷത്തേക്ക്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? ഉത്തരം ഓപ്ഷൻ ഡി പോർച്ചുഗൽ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ 1 അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. കാലക്രമത്തിൽ എഴുതുക. ഉത്തരം ഓപ്ഷൻ എ 3, 1, 2, 4. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി A2, B3, C4, D1. വകുപ്പ് 2 മുതിർന്ന പൗരൻ എന്നാൽ 60 വയസ്സ് തികഞ്ഞതോ അതിനു മുകളിൽ പ്രായമുള്ളതോ ആയ ഇന്ത്യൻ പൗരൻ. വകുപ്പ് 19 വാർദ്ധക്യകാല ഗൃഹങ്ങൾ സ്ഥാപിക്കൽ. വകുപ്പ് 15 അപ്പലേറ്റ് ട്രൈബ്യൂണൽ രൂപീകരണം. വകുപ്പ് 21 മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായുള്ള പ്രചരണം, ബോധവൽക്കരണം മുതലായവയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇതിൽ തന്നിരിക്കുന്നതിൽ 1 മാത്രമാണ് തെറ്റ്. കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള ശിക്ഷണ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 5.
ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി. ഉത്തരം ഓപ്ഷൻ ബി മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്? പട്ടികവർഗ വിഭാഗങ്ങളുടെ. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? മെലാട്ടോണിൻ. ഇന്ത്യയിലെ 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെ? ഇൻഡോ ബർമ, വടക്കുകിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം. താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ. വർണ്ണാന്ധതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. കാരണം എന്ത്? ഉത്തരം ഓപ്ഷൻ ബി. കോൺകോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട്. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം EEG. താഴെ തന്നിരിക്കുന്നവയിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതാണ്? മുകളിൽ പറഞ്ഞ പ്രസ്താവനകളെല്ലാം തെറ്റാണ്. കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആസ്ട്രാസെനെക്ക. വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? ഉത്തരം ഓപ്ഷൻ സി പോളോ പോണി. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രധാരം 40 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി 20 സെൻറ്റിമീറ്റർ. ഒരു ഹൈഡ്രോളിക് ജാക്കിൻ്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്? പാസ്കൽ നിയമം. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി പ്രഗ്യാൻ. ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥ? ഉത്തരം ഓപ്ഷൻ സി ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഗൺമെറ്റലിലടങ്ങിയ ലോഹങ്ങൾ? ഉത്തരം ഓപ്ഷൻ ബി കോപ്പർ, ടിൻ, സിങ്ക്. ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH? ഉത്തരം ഓപ്ഷൻ എ 5. ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം? ടേബിൾ സാൾട്ട്. ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? ഉത്തരം ഓപ്ഷൻ ഡി ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ്. ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയ പ്രധാന മൂലകം? ഉത്തരം ഓപ്ഷൻ സി ലിഥിയം. ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ എ A4, B3, C2, D1. ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏത്? തോരണയുദ്ധം. ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ സി A4, B3, C2, D1. മുസിരിസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി. ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. എല്ലാം തെറ്റാണ്. കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതി. ആരോഗ്യകിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ. ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? ഉത്തരം ഓപ്ഷൻ ബി മായ OS. താഴെ തന്നിരിക്കുന്നവയിൽ കൗണ്ട് അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റം ഏതെല്ലാം? ഇമെയിൽ, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഗൂഗിൾ ഡ്രൈവ്. മുകളിൽ പറഞ്ഞവ എല്ലാം. താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏത്? ബ്ലൂറേ ഡിസ്ക്. ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല എന്ന പ്രസ്താവന തെറ്റാണ്. പോസ്കോ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഉത്തരം ഓപ്ഷൻ ഡി 2012. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമനത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് ഏത് തരത്തിലുള്ള ആശ്വാസം തേടാനാകും? ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. അതായത് സംരക്ഷണ ഉത്തരവുകൾ, താമസ ഉത്തരവുകൾ, പണ ആശ്വാസം. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്താണ്? ഉത്തരം ഓപ്ഷൻ സി 1 വർഷം വരെ തടവോ 20,000 വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും.
NHRC ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു? ഉത്തരം ഓപ്ഷൻ സി 6 അംഗങ്ങൾ. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് നിഷേധിക്കാവുന്നതാണ്. ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ദേശീയ വനിതാ കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത്? ഉത്തരം ഓപ്ഷൻ സി കേന്ദ്ര സർക്കാരിന്. ഇനിയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 71 ഓപ്ഷൻ ഡി, 72 ഉത്തരം ഓപ്ഷൻ ബി, 73 ഉത്തരം ഓപ്ഷൻ എ, 74 ഉത്തരം ഓപ്ഷൻ ബി, 75 ഉത്തരം ഓപ്ഷൻ എ, 76 ഉത്തരം ഓപ്ഷൻ സി, 77 ഉത്തരം ഓപ്ഷൻ ഡി, 78 ഉത്തരം ഓപ്ഷൻ സി, 79 ഉത്തരം ഓപ്ഷൻ എ, 80 ഉത്തരം ഓപ്ഷൻ ഡി ഇവ ഒന്നും അല്ല. 81 ഉത്തരം ഓപ്ഷൻ സി, 82 ഉത്തരം ഓപ്ഷൻ ബി, 83 ഉത്തരം ഓപ്ഷൻ സി, 84 ഉത്തരം ഓപ്ഷൻ എ, 85 ഉത്തരം ഓപ്ഷൻ സി, 86 ഉത്തരം ഓപ്ഷൻ ബി, 87 ഉത്തരം ഓപ്ഷൻ ബി, 88 ഉത്തരം ഓപ്ഷൻ എ, 89 ഉത്തരം ഓപ്ഷൻ എ, 90 ഉത്തരം ഓപ്ഷൻ എ, 91 ഉത്തരം ഓപ്ഷൻ ബി, 92 ഉത്തരം ഓപ്ഷൻ സി, 93 ഉത്തരം ഓപ്ഷൻ സി, 94 ഉത്തരം ഓപ്ഷൻ ബി, 95 ഉത്തരം ഓപ്ഷൻ ബി, 96 ഉത്തരം ഓപ്ഷൻ ബി, 97 ഉത്തരം ഓപ്ഷൻ ഡി, 98 ഉത്തരം ഓപ്ഷൻ എ, 99 ഉത്തരം ഓപ്ഷൻ ഡി, 100 ഉത്തരം ഓപ്ഷൻ ബി.